അപ്പോൾ നമ്മൾ ഈ ഒരു റവന്യൂ ഫ്രം കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ് എന്നുള്ള ഒരു ചാപ്റ്ററിൽ 5 സ്റ്റെപ്സാണ് പഠിച്ചിട്ടുള്ളത്. അതായത് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത് വരെയുള്ള 5 സ്റ്റെപ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കോൺട്രാക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ അതിന് ശേഷം ഏതൊക്കെ പെർഫോമൻസ് ഒബ്ലിഗേഷൻസ് ആണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ദെൻ അതിൻ്റെ ട്രാൻസാക്ഷൻ പ്രൈസ് എത്രയാണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യണം. പിന്നെ ഒന്നിൽ കൂടുതൽ പെർഫോമൻസ് ഒബ്ലിഗേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ, അതായത് ഓരോ പെർഫോമൻസ് ഒബ്ലിഗേഷൻസിൻ്റെയും സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസിൻ്റെ ബേസിൽ ഈ ഒരു ടോട്ടൽ ട്രാൻസാക്ഷൻ പ്രൈസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുക. അങ്ങനെ 5 സ്റ്റെപ്സാണ് പഠിച്ചത്. അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന വേരിയസ് കോൺസെപ്റ്റ്, ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ചില ടേംസുമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ഇനി ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു 5 സ്റ്റെപ്സ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള അത് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് മിസ്റ്റർ വിനീത് എൻറ്റേഴ്സ് ഇൻ ടു എ 12-month ടെലികോം പ്ലാൻ വിത്ത് എ ലോക്കൽ മൊബൈൽ ഓപ്പറേറ്റർ KSNL. ആൻഡ് അതിൻ്റെ ടേംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് മിസ്റ്റർ വിനീത് മന്ത്ലി ഫിക്സ്ഡ് ഫീ എന്ന് പറയുന്നത് 1000 ആണ്. ആൻഡ് അതിൻ്റെ മിസ്റ്റർ വിനീത് റിസീവ്സ് എ ഫ്രീ ഹാൻഡ്സെറ്റ് അറ്റ് ദ ഇൻസെപ്ഷൻ ഓഫ് ദ പ്ലാൻ. അപ്പം ഇവിടെ പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫ്രീ ഹാൻഡ്സെറ്റാണ് കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് അതുകൂടാതെ അതിനോടുകൂടെ ഒരു നെറ്റ്വർക്ക് ഫെസിലിറ്റി എന്നുള്ള രീതിയിൽ ഒരു പ്രീപേയ്മെൻറ്റ് പ്ലാൻ കൂടെ കൊടുക്കുന്നുണ്ട്, ടെലികോം പ്ലാൻ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കോമ്പിനേഷനാണ് ഇവിടെ പറയുന്നത്. ഒന്ന് കൂടുതൽ ഒബ്ലിഗേഷൻസ് ഇതിൽ വരുന്നുണ്ട്. ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ഒരു മൊബൈൽ ഫോൺ പ്ലസ് അതിൻ്റെ ഒരു നെറ്റ്വർക്കും സർവീസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന് ഇവർ ചാർജ് ചെയ്യുന്നത് മന്ത്ലി ഫീ 1000 വെച്ചിട്ടാണ്. അതായത് 12 മന്തിലേക്ക് 12,000 ആണ് ഇവിടെ ട്രാൻസാക്ഷൻ പ്രൈസായിട്ട് ചാർജ് ചെയ്യുന്നത്. ദെൻ KSNL sell the same handset for 3,000 and the same monthly prepayment plans without handset for 800 per month. അതെന്താണ്, അതിൻ്റെ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസാണ്. ഈ ഒരു സെയിം ഹാൻഡ്സെറ്റ് ഈ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് അല്ലാതെ KSNL പുറമെ പ്രൊവൈഡ് ചെയ്യുന്നത് 3,000 റുപ്പീസിനാണ്. ആൻഡ് അതുകൂടാതെ ഈ ഒരു മന്ത്ലി പ്ലാൻ, പ്രീപേയ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ നെറ്റ്വർക്ക് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് ചാർജ് ചെയ്യുന്ന ഫീ എന്ന് പറയുന്നത് 800 പെർ മന്ത് ആണ്. ഇതിൻ്റെ കോമ്പിനേഷനായിട്ടാണ് ഇവർ ഒരു 1000 റുപ്പീസ് പെർ മന്ത് വെച്ചുകൊണ്ട് ഈ പ്ലാനിന് ചാർജ് ചെയ്യുന്നത്. സെപ്പറേറ്റ്ലി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഹാൻഡ്സെറ്റിന് 3,000 ആൻഡ് മന്ത്ലി ചാർജ് ഫോർ പ്രീപേയ്മെൻറ്റ് പ്ലാന് 800 പെർ മന്തുമാണ്. ഇനി നമ്മൾ IFRS 15 വഴി എങ്ങനെ ഇതിനെ എൻ്റർ ചെയ്യും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, ഓരോ സ്റ്റെപ്പും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ കോൺട്രാക്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ എഴുതേണ്ടത് ഇത് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് IFRS 15 റവന്യൂ ഫ്രം കോൺട്രാക്റ്റ് വിത്ത് കസ്റ്റമേഴ്സ് ആണ്. ആൻഡ് ഇവിടെ ആരാണ്, KSNL ആണ് ഇവിടെ കോൺട്രാക്റ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. ആൻഡ് കസ്റ്റമറുടെ നെയിം വിനീത്. അങ്ങനെ ഒരു കോൺട്രാക്റ്റാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് 12 മന്ത് പ്ലാനാണ്. ഓക്കെ. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർഫോമൻസ് ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എഴുതേണ്ടത് ഇവിടെ 2 പെർഫോമൻസ് ഒബ്ലിഗേഷനാണ് വരുന്നത്. ഒന്നാമത്തത് ഒബ്ലിഗേഷൻ ടു ഡെലിവർ ദ ഹാൻഡ്സെറ്റ്. The second one, obligation to deliver the network services over 1 year or 12 month. 2 പെർഫോമൻസ് ഒബ്ലിഗേഷൻ ആണ്. ദെൻ തേർഡ് സ്റ്റെപ്പിൽ എന്താണ്, ഐഡൻറ്റിഫയർ ഫിക്സ് ദ ട്രാൻസാക്ഷൻ പ്രൈസ് ആണ്. ട്രാൻസാക്ഷൻ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ കസ്റ്റമർ നമുക്ക് പേ ചെയ്യുന്ന എമൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അല്ലെങ്കിൽ ഗുഡ്സിന് ചാർജ് ചെയ്യുന്ന എമൗണ്ട്, അതിനാണ് ട്രാൻസാക്ഷൻ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 1000 റുപ്പീസാണ് ഇവിടെ പെർ മന്ത് ചാർജ് ചെയ്യുന്ന ഫീ എന്ന് പറയുന്നത്. അതായത് ഒരു ഇയറിലേക്ക് 12,000 റുപ്പീസ് ആയിരിക്കും എമൗണ്ട് ആയിട്ട് ചാർജ് ചെയ്യുന്നത്. ട്രാൻസാക്ഷൻ പ്രൈസ് എന്ന് പറയുന്നത് 12,000 ആണ്.
ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ എത്ര ഉണ്ട്, 2 പെർഫോമൻസ് ഒബ്ലിഗേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ടോട്ടൽ ട്രാൻസാക്ഷൻ പ്രൈസിന് അതിൻ്റെ ബേസിൽ 2 സർവീസിൻ്റെയും സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസിൻ്റെ ബേസിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ടോട്ടൽ ട്രാൻസാക്ഷൻ പ്രൈസ് 12,000 ആണ്. ആൻഡ് അതിൻ്റെ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഹാൻഡ്സെറ്റിൻ്റെത് 3,000, മൊബൈലിൻ്റെത് 3,000ഉം ആൻഡ് പ്ലാൻ്റെത് നെറ്റ്വർക്ക് സർവീസിൻ്റെത് 800 പെർ മന്ത്, അതായത് 800 × 12 9,600 ആണ് നെറ്റ്വർക്ക് സർവീസിൻ്റെത് വരുന്നത് സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ പ്രൊപ്പോർഷനിൽ ഹാൻഡ്സെറ്റിൻ്റെതും ആൻഡ് മൊബൈൽ സർവീസിൻ്റെതും എന്ത് ചെയ്യുക, ട്രാൻസാക്ഷൻ പ്രൈസിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. അത് നമ്മളെങ്ങനെ എഴുതേണ്ടത്, നമ്മളെപ്പോഴാണോ മൊബൈൽ ഡിവൈസ് അല്ലെങ്കിൽ ഹാൻഡ്സെറ്റ് ഡെലിവർ ചെയ്യുന്നത് ആ സമയത്താണ് ഹാൻഡ്സെറ്റിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതുപോലെ നെറ്റ്വർക്ക് സർവീസ് എപ്പോഴാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ബേസിലാണ് നെറ്റ്വർക്ക് സർവീസിൻ്റെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമ്മൾ എഴുതേണ്ടത് ഹാൻഡ്സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് വെൻ KSNL ഗിവ്സ് എ ഹാൻഡ്സെറ്റ് ടു മിസ്റ്റർ വിനീത് ഇറ്റ് നീഡ് ടു റെക്കഗ്നൈസ് ദ റവന്യൂ ഓഫ് 2856. ദെൻ സർവീസ് നമ്മൾ മന്ത്ലിയാണ്, നെറ്റ്വർക്ക് സർവീസ് നമ്മൾ മന്ത്ലിയാണ് ചാർജ് ചെയ്യുന്നത്. വെൻ KSNL പ്രൊവൈഡ് നെറ്റ്വർക്ക് സർവീസ് ടു മിസ്റ്റർ വിനീത് ഇറ്റ് നീഡ് ടു റെക്കഗ്നൈസ് ദ ടോട്ടൽ റവന്യൂ ഓഫ് 9,144 and it is practical to do it once per month as the billing happens. നമ്മൾ എങ്ങനെയാണ്, മന്ത്ലി ആയിരിക്കും സർവീസിൻ്റെത്, നെറ്റ്വർക്ക് സർവീസിൻ്റെത് നമ്മൾ മന്ത്ലിയാണ് ചാർജ് ചെയ്യുന്നത്. മൊബൈൽ ഹാൻഡ്സെറ്റിൻ്റെത് നമ്മൾ ടോട്ടൽ 28,556 ടോട്ടലി നമ്മൾ ചാർജ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. 5 സ്റ്റെപ്സ് അത് ക്ലിയർലി എഴുതിയാൽ മതി. ഇനി ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിൽ വരാം. ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ട്രാൻസാക്ഷൻ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിക്സൺ സോൾഡ് ഗുഡ്സ് വിത്ത് ലിസ്റ്റ് പ്രൈസ് മീൻസ് അതിൻ്റെ അഡ്വർടൈസ്ഡ് പ്രൈസാണ് 1,000 ടു എ കസ്റ്റമർ ഓൺ നോർമൽ ക്രെഡിറ്റ് ടേംസ്. നോർമൽ ക്രെഡിറ്റ് ടേംസ് എന്ന് പറയുന്നത് അത് സാധാരണ കൊടുക്കുന്നത് 30 ഡേയ്സിലേക്കാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നത്. 30 ഡേയ്സിനുള്ളിൽ നമുക്ക് പേയ്മെൻറ്റ് നടത്തിയാൽ മതി എന്നുള്ളതാണ് കൊടുക്കുന്നത്. 10 days after the sale, the customer pay the entity 690 in full and the final settlement of a debt that arose from the sale of the goods. Of the amount received from the customer, rupees 50 is sales tax collected by the entity on behalf of the central government. Difference between the list price and the settlement amount are as follows. നമുക്ക് ഒരു തന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ 1,000 റുപ്പീസാണ് അവിടെ അഡ്വർടൈസ്ഡ് പ്രൈസ് എന്ന് പറയുന്നത്. ആൻഡ് കസ്റ്റമർ നമുക്ക് പേ ചെയ്തത് 690 ആണ് പേ ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് 1,000 റുപ്പീസാണ് നമുക്ക് ലിസ്റ്റ് പ്രൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ 200, അതിൽ ഈ ഒരു 1,000 ലിസ്റ്റ് പ്രൈസിൽ 200 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ട്രേഡ് ഡിസ്കൗണ്ട്. ആൻഡ് 100 എന്ന് പറയുന്നത് എത്രയാണ്, വോളിയം റിബേറ്റ് ആണ്. ആൻഡ് 10 റുപ്പി സെറ്റിൽമെൻറ്റ് ഡിസ്കൗണ്ട്. അങ്ങനെ വേരിയസ് ഡിസ്കൗണ്ടുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. നമ്മളുടെ ട്രാൻസാക്ഷൻ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ടാകും അവിടെ വേരിയബിൾ കൺസിഡർ ചെയ്യണം എന്ന് എഴുതിയിട്ടുണ്ടാകും. അപ്പം അതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പം 1,000 റുപ്പിയാണ് ലിസ്റ്റ് പ്രൈസ് എങ്കിലും വേരിയസ് ഡിസ്കൗണ്ടുകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് ഡിസ്കൗണ്ട്, അതായത് മറ്റ് പാർട്ടീസിന് കൊടുക്കേണ്ട എമൗണ്ടുകളൊക്കെ കൊടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ ഈ ഒരു എമൗണ്ട് ചാർജ് ചെയ്യേണ്ടത് എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് ടോട്ടൽ പ്രൈസ്, ലിസ്റ്റ് പ്രൈസ് 1,000 ആണ്. അതിൽ നമുക്ക് തന്നിട്ടുള്ള ഡിസ്കൗണ്ടുകളൊക്കെ ലെസ് ചെയ്യുക. ട്രേഡ് ഡിസ്കൗണ്ട് 200 ഉണ്ട് ആൻഡ് വോളിയം റിബേറ്റ് 100. ഡിസ്കൗണ്ട് ഫോർ പ്രോംപ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 10 ആണ്.
ആൻഡ് അതുകൂടാതെ ഒരു സെയിൽസ് ടാക്സ് ഉണ്ട്. സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിട്ടുണ്ടാകും ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ടാക്സ്. അത് നമ്മളുടെ ഇൻകമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ റവന്യൂ ആയിട്ട് എടുക്കാൻ കഴിയില്ല. അത് നമ്മൾ എന്ത് ചെയ്യുക, ഗവൺമെൻറ്റിന് പേ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതും ഡിഡക്റ്റ് ചെയ്യണം. ടോട്ടൽ 360 നമ്മൾ 1000 നിന്ന് ഡിഡക്റ്റ് ചെയ്താൽ 640 ആണ് നമുക്ക് ഈ ഒരു ഇൻകം ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതായത് നമുക്ക് ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്തത് വഴി നമുക്ക് കിട്ടിയിട്ടുള്ളത് 640 ആണ്. കസ്റ്റമർ പേ ചെയ്തിരിക്കുന്നത് 690 ആണ്. അത് അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, അതൊരു ഡെറ്റ് കൂടെ ഫൈനൽ സെറ്റിൽമെൻറ്റ് നടത്തിയതുകൊണ്ടാണ് 690 അവർ പേ ചെയ്തത്. അതായത് ഒരു 50 റുപ്പീസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, സെയിൽസ് ടാക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി 640 എന്ന് പറയുന്നതാണ് എമൗണ്ട് ആക്ച്വലി ഇതിൻ്റെ ഒരു റവന്യൂ ആയിട്ട് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കേണ്ടത് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ലിസ്റ്റ് പ്രൈസ് ആൻഡ് അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാണ്ട് ഐറ്റംസ് ഒക്കെ ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ റവന്യൂ ആണ്. അതല്ലാതെ ഗവൺമെൻറ്റിനോ മറ്റ് പാർട്ടീസിനോ കൊടുക്കേണ്ട എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടി വരും. അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനുള്ളൊരു പ്രോബ്ലമാണ് ഇത്. ഡീറ്റെയിൽസൊക്കെ നമുക്ക് നേരിട്ട് തന്നെ തന്നിട്ടുണ്ട്, വേറെ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. അതെങ്ങനെയാണ് ഈ ഒരു ഇന്ത്യസ് 150 വരുന്നതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഒരു എന്താ പറയുക സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതാണ്. ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ടാകും, അതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഡിസ്കൗണ്ടുകൾ വരുന്ന ക്വസ്റ്റ്യൻ്റെ ഒരു മോഡലാണ്. ഇവിടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്തിരിക്കുന്നത് 500 പെർ യൂണിറ്റ് ആണ് സെല്ല് ചെയ്യുന്നത്. ഓക്കെ, ടു എൻകറേജ് ഏർലി സെറ്റിൽമെൻറ്റ് ഓഫ് മിസ് മാർക്കി award its customers a 10% early settlement discount provided that the customer settle within 30 days of buying the goods. നോർമൽ ക്രെഡിറ്റ് ടേംസ് 60 days ആണ്. ഇവിടെ നോക്കേണ്ടത് 500 യൂണിറ്റ് ആണ് സെല്ല് ചെയ്യുന്നത്. ആൻഡ് ചില കേസിൽ എന്ത് ചെയ്യും, ഹോൾസെയിലേഴ്സ് ആണെങ്കിലും റീറ്റെയിലേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില ഡിസ്കൗണ്ടുകൾ കൊടുക്കും. അതായത് ഇത്ര ഡേയ്സിനുള്ളിൽ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഇത്ര % ഡിസ്കൗണ്ട് തരാമെന്നുള്ള ഓരോ കോൺട്രാക്റ്റുകൾ ഉണ്ടാകും. അപ്പോൾ അതുപോലെ ഇവിടെ എന്തുണ്ട്, 30 ഡേയ്സിന് ഗുഡ്സ് ഡെലിവർ ചെയ്ത് 30 ഡേയ്സിനുള്ളിൽ സെറ്റിൽമെൻറ്റ് നടത്തുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ടാണ് മിസ് മാർക്കി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നോർമൽ ക്രെഡിറ്റ് ടേംസ് 60 days ആണ്, പക്ഷേ 30 ഡേയ്സിനുള്ളിൽ നടത്തി കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 കസ്റ്റമേഴ്സ് വാങ്ങിയിട്ടുണ്ട്. അതായത് 2 കോൺട്രാക്റ്റുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് കോൺട്രാക്റ്റിൽ കസ്റ്റമർ 1 pays 40,500 within 30 days of the date of purchase to settle the amount owing for 90 units bought from the entity. കസ്റ്റമർ 1 പേ ചെയ്തിരിക്കുന്നത് 40,500 ആണ്. എത്രയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, 90 യൂണിറ്റ്സ് ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എത്ര ദിവസത്തിനുള്ളിൽ, 30 ഡേയ്സിനുള്ളിലാണ് അവർ സെറ്റിൽമെൻറ്റ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് അവരെത്ര 40,500 ആണ് പേ ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണ് കിട്ടിയതെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആൻസർ ചെയ്യേണ്ടത്. ആൻഡ് കസ്റ്റമർ 2ൻ്റെ ഡീറ്റെയിൽസ് എന്നത് 45,000 ആണ് പേ ചെയ്തത്. അവർ 60 ഡേയ്സിന് ശേഷമാണ് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. 90 യൂണിറ്റ് തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ 2 ഡീറ്റെയിൽസാണ് നമുക്ക് തന്നിട്ടുള്ളത്, 2 കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, 2 കോൺട്രാക്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ നോക്കാനുള്ളത്, ഫസ്റ്റ് കോൺട്രാക്റ്റ് എങ്ങനെയാണ് നമ്മൾ റവന്യൂ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. റവന്യൂ മെഷർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് കസ്റ്റമറിൻ്റെ കേസിൽ എങ്ങനെയാണ്, അവർ 30 ഡേയ്സിനുള്ളിലാണ് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താ അവിടെ അവർക്ക് ഒരു 10% ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടാകും, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, 90 യൂണിറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് ഇൻറ്റു പ്രൈസ് ആയിരിക്കും നമുക്ക് എമൗണ്ട് എന്ന് പറയുന്നത്. 90 യൂണിറ്റ് ഇൻറ്റു 500 മൈനസ് 500 ഇൻറ്റു 10%. 500ൻ്റെ 10% ഡിസ്കൗണ്ട്, അതായത് 50 റുപ്പീസ് ഡിസ്കൗണ്ട് കുറഞ്ഞ എമൗണ്ടിനായിരിക്കും കസ്റ്റമർ 1ന് ചാർജ് ചെയ്തിട്ടുള്ള എമൗണ്ട്. 500 മൈനസ് 50
അതായത് 450 റുപ്പീസ് വെച്ചിട്ടായിരിക്കും ഫസ്റ്റ് കസ്റ്റമർ അടുത്തുനിന്ന് ചാർജ് ചെയ്തിരിക്കുന്ന എമൗണ്ട്. സെക്കൻഡ് കസ്റ്റമർക്ക് 45,000 ആണ് പേയ്മെൻറ്റ് നടത്തേണ്ടി വന്നിട്ടുള്ളത്. 60 ഡേയ്സിന് ശേഷം അവർ പേയ്മെൻറ്റ് നടത്തിയുണ്ട്, ഡിസ്കൗണ്ട് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആക്ച്വൽ ഉണ്ടായിരുന്ന 500 റുപ്പീസ് തന്നെ അവർ പേ ചെയ്തിട്ടുണ്ടാകും. 90 × 500 ചെയ്തപ്പോഴായി ആ ഒരു എമൗണ്ട് ചാർജ് ചെയ്തതുകൊണ്ടാണ് സെക്കൻഡ് കസ്റ്റമർക്ക് 45,000 ചാർജ് വന്നിട്ടുള്ളത്. ഇത്രയും നമുക്ക് ആൻസർ ആയിട്ട് ചെയ്യാനുള്ളൂ. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇവിടെ സെറ്റിൽമെൻറ്റ്, ഏർലി സെറ്റിൽമെൻറ്റിന് വേണ്ടി ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് രണ്ട് പാർട്ടീസും അവെയിൽ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് രണ്ട് കേസിലും നമുക്ക് റവന്യൂ മെഷർ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പം ഫസ്റ്റ് കേസിൽ ഡിസ്കൗണ്ട് അവർക്ക് അവെയിൽ ചെയ്തതുകൊണ്ടാണ് റവന്യൂ മെഷർ ചെയ്യുമ്പം നമുക്ക് എന്ത് വന്നിട്ടുള്ളത് 4500. അവിടെ നമുക്ക് എന്തുണ്ട്, ഏർലി സെറ്റിൽമെൻറ്റ് നടത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് കേസിൽ 60 നോർമൽ ക്രെഡിറ്റ് ടേംസ് കഴിഞ്ഞിട്ടാണ് അവർ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്, അതുകൊണ്ടാണ് അവിടെ 45,000 അവർ പേ ചെയ്തിട്ടുള്ളത്. അപ്പം രണ്ട് കേസിലും നമ്മൾ റവന്യൂ മെഷർ ചെയ്തതിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആൻസറിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു എക്സാമ്പിളാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ കോൺട്രാക്റ്റ് മോഡിഫിക്കേഷൻ എന്താണെന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീറ്റെയിലർ എൻ്റർ ഇൻ ടു കോൺട്രാക്ട് വിത്ത് എ കസ്റ്റമർ ടു സെൽ 1000 ഗുഡ്സ് ഫോർ 10,000. ഗുഡ്സ് ആർ ഡിസ്റ്റിങ്ക്ഡ് ആൻഡ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ കസ്റ്റമർ ആഫ്റ്റർ 3 month പീരീഡ്. ഓക്കെ, അപ്പോൾ 1000 ഗുഡ്സാണ് സെയിൽ ചെയ്യുന്നത്. അതിന് 10 റുപ്പീസാണ് എമൗണ്ട്. ആൻഡ് അത് 3 month ആണ് അവിടെ കോൺട്രാക്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. ദ പാർട്ടീസ് മോഡിഫൈ ദ കോൺട്രാക്ട് അറ്റ് ദ എൻഡ് ഓഫ് 1 month ടു സെൽ ആൻ അഡീഷണൽ 100 units for ₹9 each to be delivered after 4 months. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കോൺട്രാക്റ്റ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. കോൺട്രാക്റ്റ് മോഡിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ രണ്ട് കേസ് വരും. കോൺട്രാക്റ്റ് മോഡിഫിക്കേഷൻ ആസ് സെപ്പറേറ്റ് അക്കൗണ്ടും ആൻഡ് ട്രീറ്റഡ് ആസ് നോട്ട് ആസ് സെപ്പറേറ്റ് അക്കൗണ്ട്. അങ്ങനെ രണ്ട് ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതിൽ സെപ്പറേറ്റ് അക്കൗണ്ട് ആണെങ്കിൽ രണ്ട് കണ്ടീഷൻസും പറഞ്ഞിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദ മാർക്കറ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് 9 ആണ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് ആണ്. മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് എമൗണ്ട് തരിക. അപ്പം ദ പാർട്ടീസ് മോഡിഫൈ ടു കോൺട്രാക്ട് അറ്റ് ദ എൻഡ് ഓഫ് 1 month ടു സെൽ ആൻ അഡീഷണൽ 100 unit ഫോർ 9 rupees ഈച്ച് ടു ബി ഡെലിവേർഡ് ആഫ്റ്റർ 4 months എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എന്താ മീൻ ചെയ്യുന്നത്, ആദ്യം ഇവർ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു 1000 ഗുഡ്സ് 10 റുപ്പി വെച്ചിട്ട് 3 monthലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള. അതിൻ്റെ ഒരു ഗുഡ്സ് ഡിസ്റ്റിങ്ക്ഡ് ആണ്, അതായത് നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ്. ആൻഡ് ആ ഒരു കോൺട്രാക്റ്റ് അവസാനിക്കുന്നതിന് മുന്നേ തന്നെ, അതായത് അതിൽ 1 month കഴിയുമ്പോൾ തന്നെ കോൺട്രാക്റ്റ് ഇവർ മോഡിഫൈ ചെയ്തു. എന്താ ചെയ്തത്, അഡീഷണലി ഒരു 100 unit കൂടെ 9 റുപ്പി വെച്ചുകൊണ്ട് ഡെലിവർ ചെയ്യാൻ ഫോർ 4 months. ഓക്കെ, 4 മാസത്തിന് ശേഷം ഒരു അഡീഷണൽ 100 unit കൂടെ 9 റുപ്പീസ് വെച്ച് ട്രാൻസ്ഫർ ചെയ്യണം. പക്ഷെ അവിടെ എന്ത് ചെയ്തിട്ടില്ല, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോൺട്രാക്റ്റിനെ ടെർമിനേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അതിന് ചേഞ്ചസ് ഒന്നും തന്നെ വരുന്നിട്ടില്ല. പക്ഷേ അഡീഷണൽ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 9 ആണ്. അതും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് കോൺട്രാക്റ്റ് മോഡിഫിക്കേഷൻ ആസ് സെപ്പറേറ്റ് അക്കൗണ്ട് ഓർ ഇറ്റ് ഈസ് നോട്ട് എ സെപ്പറേറ്റ് അക്കൗണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ സെപ്പറേറ്റ് അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ കണ്ടീഷൻ എഴുതിയിട്ടുണ്ടാകും. 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് സെപ്പറേറ്റ് അക്കൗണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അവിടെ എന്തുണ്ടായിരിക്കണം, സ്കോപ്പ് ഇൻക്രീസ് ചെയ്യണം. ഒരു ഡിസ്റ്റിങ്ക്റ്റ് പ്രൊഡക്റ്റ് നമ്മൾ അഡീഷണലി സെല്ല് ചെയ്യാന്നുള്ള കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണം. ഓക്കെ, അഡീഷണൽ ഗുഡ്സ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. അതേസമയം ഇത് സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, സെല്ല് ചെയ്യുന്നത്. ഇങ്ങനെ 2 കണ്ടീഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടാകും. ഒന്ന് ഡിസ്റ്റിങ്ക്റ്റ് ഗുഡ്സ് ആയിരിക്കണം, സെക്കൻഡ് വൺ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസിലായിരിക്കണം അഡീഷണൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യേണ്ടത്.
അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് അക്കൗണ്ട്, നമുക്ക് അങ്ങനെ എഴുതാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ എന്താണ് ഗുഡ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആണെന്നുള്ളത് നമുക്ക് ഇൻറ്റിമേറ്റ് ചെയ്യാം. കാരണം ഫസ്റ്റ് വൺ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് കോൺട്രാക്റ്റിലുള്ളതും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും എന്നുള്ളത് ഇൻറ്റിമേറ്റ് ചെയ്യാം. സെപ്പറേറ്റ്ലി നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഉണ്ട്. ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഗുഡ്സ് നെക്സ്റ്റ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ്, 9 റുപ്പീസാണ് നെക്സ്റ്റ് കോൺട്രാക്റ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അത് നമ്മളുടെ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസിൽ തന്നെയാണ്. സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് മീൻസ് ഇവിടെ നമുക്ക് മാർക്കറ്റ് പ്രൈസ് ആണ് തന്നിട്ടുള്ളത്, ₹9. ആ ഒരു എമൗണ്ടിൽ തന്നെയാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. മോഡിഫിക്കേഷൻ ഇൻ ദ നേച്ചർ ഓഫ് എ സെപ്പറേറ്റ് അക്കൗണ്ട് ആണെന്ന് നമുക്ക് പറയാം. സോ ദ മോഡിഫിക്കേഷൻ ടു സെൽ ആൻ അഡീഷണൽ ഗുഡ്സ്, അഡീഷണൽ ഇവിടെ 100 എന്നാക്കിയാൽ മതി, 100 ഗുഡ്സ് ഈസ് അക്കൗണ്ടഡ് ഫോർ ആസ് എ സെപ്പറേറ്റ് കോൺട്രാക്ട്. ഓക്കെ, എന്തുകൊണ്ടാണ്? 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഗുഡ്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ദ പ്രൈസ് റിഫ്ലക്ട് ദെയർ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ഇത് ഒരു ടൈപ്പ് മോഡിഫിക്കേഷൻ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെപ്പറേറ്റ് അക്കൗണ്ട് അല്ലാതെയും ട്രീറ്റ് ചെയ്യുന്നതുണ്ട്. ഇവിടെ നമ്മൾ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ എങ്ങനെ വരാം ഇത് നോക്കുക. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കുന്ന സമയത്ത് കമ്പനി പ്രൊവൈഡ് അക്കൗണ്ടിങ് സർവീസസ് ആൻഡ് ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു 3-year സർവീസ് കോൺട്രാക്ട് വിത്ത് കസ്റ്റമർ ഫോർ 6 lakh, 2 lakh per year ആണ്. ഇൻസെപ്ഷൻ്റെ സമയത്ത് സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് 2 lakh ആയിരുന്നു. ആൻഡ് സെക്കൻഡ് ഇയറിൻ്റെ എൻഡ് ആയപ്പം 3 yearലേക്കുള്ള കോൺട്രാക്റ്റ് ആണ്. പക്ഷേ സെക്കൻഡ് ഇയർ എൻഡ് ആയ ടൈമിൽ തന്നെ ഈ ഒരു കോൺട്രാക്റ്റ് മോഡിഫൈ ചെയ്തു. ഓക്കെ, മോഡിഫൈ ചെയ്തപ്പോഴുള്ള ടേംസ് എന്ന് പറയുന്നത് തേർഡ് ഇയറിൻ്റെ പ്രൈസ്, തേർഡ് ഇയറിൽ 2 lakh ആണ് ശരിക്കും എമൗണ്ട് വരേണ്ടത്. അതവർ 90,000 വെച്ച് കുറച്ചു. അതായത് 1,10,000 ആണ് തേർഡ് ഇയറിലെ അവരുടെ ചാർജ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് സർവീസിൻ്റെ ചാർജായിട്ട് അവർ ചാർജ് ചെയ്തത് 90,000 ആണ്. സോറി, 1,10,000 ആണ്. 90,000 അവിടെ റെഡ്യൂസ് ചെയ്തു. ഓക്കെ, ദെൻ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് കോൺട്രാക്ട് ഈസ് എക്സ്റ്റെൻഡഡ് ഫോർ അനദർ 3 years ഫോർ 7,50,000. എന്ത് ചെയ്തു, കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് അനദർ 3 yearsലേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. 7,50,000 റുപ്പീസിൽ, അതായത് പെർ ഇയർ 2,50,000 വെച്ച് ഒരു 3 yearലേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. ആൻഡ് സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 2,30,000 ആണ്. മോഡിഫിക്കേഷൻ്റെ ടൈമിലുള്ള സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് ആണ് 2,30,000. അതാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷേ അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ, കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ തന്നെ നോക്കിയാൽ മതി. ഇവിടെ എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണോ അല്ലേ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടില്ല. അപ്പോൾ അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽസിലും ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ആൻഡ് സെക്കൻഡ് കോൺട്രാക്റ്റിൻ്റെ കേസിലും ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് നമുക്ക് ഇൻഫോർമേഷൻ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസിൻ്റെ കേസ് നോക്കാം. അതായത് പ്രൊഡക്റ്റ് നെക്സ്റ്റ് സർവീസ് നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസിലാണോ അല്ലേ എന്നുള്ളത്. സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് 2,30,000 ആണ്. പക്ഷേ നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത് 2,50,000 പെർ ഇയറിൽ വെച്ചുകൊണ്ടാണ്, പെർ ഇയർ വെച്ചുകൊണ്ടാണ് കോൺട്രാക്റ്റ് ചാർജ് ചെയ്തിരിക്കുന്നത്. അതായത് അവിടെ നമ്മൾ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസിലല്ല നമ്മളുടെ സെക്കൻഡ് കോൺട്രാക്റ്റ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്ത് നമുക്ക് സെപ്പറേറ്റ് കോൺട്രാക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റിൻ്റെ തന്നെ മോഡിഫിക്കേഷനായിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കണ്ടീഷൻസ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയാൽ മതി. സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസിലാണോ നെക്സ്റ്റ് കോൺട്രാക്റ്റ് എൻ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കിയാൽ മതി. ഇതിൽ അപ്പോൾ പ്രൈസ് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല, സ്റ്റാൻഡ് അലോൺ പ്രൈസ് സെല്ലിംഗ് പ്രൈസിലല്ല റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണോ അല്ലേ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടില്ല. ഓക്കെ,
അപ്പോൾ ഇത് നമ്മൾ എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റിൻ്റെ ഒരു മോഡിഫിക്കേഷനായിട്ട് മാത്രം കാണുന്നുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അക്കൗണ്ടഡ് ആസ് എ സെപ്പറേറ്റ് അക്കൗണ്ട്. അപ്പം നമുക്ക് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഇനി വരാവുന്ന റവന്യൂ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് നമ്മൾ 2 ഇയർ എൻഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഫസ്റ്റ് കോൺട്രാക്റ്റിൻ്റെ 3rd ഇയറിൻ്റെ എമൗണ്ടും റെക്കഗ്നൈസ് ചെയ്യാനുണ്ട്. ആൻഡ് അത് കൂടാതെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന 3 ഇയർത്തെ റവന്യൂ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനുണ്ട്. ടോട്ടൽ നമുക്കിനി റെക്കഗ്നൈസ് ചെയ്യാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 7,50,000 ന്യൂ കോൺട്രാക്റ്റിൻ്റെ 7,50,000 പ്ലസ് എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റിൻ്റെ 3rd ഇയർത്തെ എമൗണ്ട്, അതായത് 90,000 റെഡ്യൂസ് ചെയ്താൽ 3rd ഇയറിൽ നമുക്ക് 1,10,000 റിസീവ് ചെയ്യാനുണ്ട്. ന്യൂ കോൺട്രാക്റ്റിൻ്റെ 7,50,000 ടോട്ടൽ 8,60,000 ആണ്. ഇനി നമുക്ക് 2 കോൺട്രാക്റ്റിലും കൂടെ ആയിട്ട് റിസീവ് ചെയ്യാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത്, അതായത് നെക്സ്റ്റ് വരുന്ന 4 ഇയേഴ്സിലേക്ക് 2 ഇയർത്തെ എമൗണ്ട് മാത്രമേ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പെർ സർവീസ് അലോക്കേറ്റ് ചെയ്യുന്ന സമയം ഒരു ഇയറിൽ നമുക്ക് എത്ര 2,15,000 എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇയറിൽ നമുക്ക് റിസീവ് ചെയ്യാൻ കഴിയും. ഓക്കെ, അത് നമുക്ക് എഴുതണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ഇത് മോഡിഫിക്കേഷൻ ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു എക്സാമ്പിളായിട്ട് തന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് വരാം. ഇത് പക്ഷേ പ്രോബ്ലം അത്ര സ്ട്രെസ്സ് കൊടുക്കേണ്ട ഒരു ഏരിയ അല്ല ഈ ചാപ്റ്റർ. ബേസിക്കായിട്ടുള്ള തിയറീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നോക്കിയാൽ മതി. ഓക്കെ.